ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സയൻസ് മാത്സ് ചാപ്റ്റർ ബൈനോമിയൽ തിയറമാണ്. എല്ലാവർക്കും a+b² എന്താണെന്ന് അറിയാമായിരിക്കും. a+b² = a² + b²+2ab. അതുപോലെ a+b³ എന്ത് വരും? a³ + 3a²b + 3ab² + b³. എന്നാൽ ഇൻറ്റീജർ വാല്യൂ ഒരു വലിയ നമ്പർ വന്നാൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ a+b⁻10. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ബൈനോമിയൽ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. a+b⁻n എന്നാൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിക്കോട്ടെ. n = 1 2 3 etc. up to n. a+b⁻n = nc0 a⁻n b⁻0 എന്നെഴുതാം. ഇവിടെ എയുടെ പവറായിട്ട് വരുന്നത് n തന്നെയാണ്. ബിയുടെ പവർ സിയുടെ സഫിക്സ് ആയിട്ട് വരുന്ന നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് nc1 a⁻n - 1 b⁻1. എയുടെ പവർ കുറഞ്ഞു വരും, ബിയുടെ പവർ കൂടി n വരെ വരും. നെക്സ്റ്റ് പ്ലസ് nc2 a⁻n - 2 b² പ്ലസ് nc3 a⁻n - 3 b⁻3 പ്ലസ് എക്സെട്ര ncn a⁻n - n b⁻n. ഇത് ചുരുക്കി nc0 a⁻n പ്ലസ് nc1 a⁻n - 1 b പ്ലസ് nc2 a⁻n - 2 b² പ്ലസ് nc3 a⁻n - 3 b³ പ്ലസ് എക്സെട്ര ncn b⁻n. ഇതാണ് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. ഇതുപോലെ a−b⁻n എന്ത് വരും? nc0 a⁻n - nc1 a⁻n - 1 b പ്ലസ് nc2 a⁻n - 2 b² മൈനസ് nc3 a⁻n - 3 b³ പ്ലസ് എക്സെട്ര മൈനസ് ncn b⁻n. ഇവിടെ മൈനസ് പ്ലസ് എന്നത് ആൾട്ടർനേറ്റ് ആയിട്ട് വരും. അതുമാത്രമാണ് a+b⁻n നിന്നുള്ള ചേഞ്ച്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം എക്സാമ്പിൾ 1 ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ്പാൻഡ് x² + 3x⁴ x ≠ 0. ഇത് ബൈനോമിയൽ തിയറം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. x² + 3x⁴ ഇത് ബൈനോമിയൽ തിയറം യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യണം. a = എന്താണ് ഇവിടെ? x². ബിയുടെ സ്ഥാനത്ത് 3x വരും. n = 4. a+b⁻n എന്താണ്? nc0 a⁻n പ്ലസ് nc1 a⁻n - 1 b പ്ലസ് nc2 a⁻n - 2 b² പ്ലസ് എക്സെട്ര പ്ലസ് ncn b⁻n ആണ്. അപ്പോൾ x² + 3x⁴ എന്ത് വരും? n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്. അപ്പോൾ 4c0 എയുടെ സ്ഥാനത്ത് x² x²⁴ പ്ലസ് 4c1 x² 4 - 1 3x⁴ = 4c0 എന്താണ്? 1. അപ്പോൾ 1 × x²⁴ x²⁴ എന്ന് വെച്ചാൽ a⁻m എന്താണ്? a⁻mn. അപ്പോൾ x²⁴ = x⁸ പ്ലസ് 4c1 = 4. അപ്പോൾ 4 × x²⁴ - 1 = 3 × 3x പ്ലസ് 4c2 = 6. 6 × x²⁴ - 2 = 2 × 3x² പ്ലസ് 4c3 = 4. 4 × x²⁴ - 3 = 1 × 3x³ പ്ലസ് 4c4 1 ആണ്. 3x⁴ 4c0 4c1 ഇതിൻ്റെയൊക്കെ വാല്യൂസ് കാൽക്കുലേറ്ററിൽ കിട്ടുന്നതാണ്. x⁸ പ്ലസ് 4 × x⁻²× 3 x⁻² × 3 x⁻6 × 3x പ്ലസ് 6 × x²⁴ = x⁴ × 3x² = 3² x² പ്ലസ് 4 × x² ×
3/x ഹോൾ ക്യൂബ് 3 ക്യൂബ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 3/x ഹോൾ റേസ് ടു 4 ഈക്വൽ ടു 3/4 ബൈ എക്സ് റേസ് ടു 4 ഈക്വൽ ടു എക്സ് റേസ് ടു 8 പ്ലസ് 4 ഇൻറ്റു ഇവിടെ എക്സ് റേസ് ടു 6 ഇവിടെ എക്സ് റേസ് ടു 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് റേസ് ടു 5 ഇൻറ്റു 3 വരും. ഇവിടെ 6 ഇൻറ്റു എക്സ് റേസ് ടു 4ഉം എക്സ് റേസ് ടു 2 ക്യാൻസലായി. അപ്പോൾ എക്സ് റേസ് ടു 2 ഇൻറ്റു 3 സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 4 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയറും എക്സ് ക്യൂബിൽ 3 ക്യാൻസലായാൽ 3 ക്യൂബ് ഈക്വൽ ടു 27 ബൈ എക്സ് വരും പ്ലസ് 3 റേസ് ടു 4 ഈക്വൽ ടു 9 81 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 വരും ഈക്വൽ ടു എക്സ് റേസ് ടു 8 പ്ലസ് 4 ഇൻറ്റു 3 12 എക്സ് റേസ് ടു 5 പ്ലസ് 6 ഇൻറ്റു 9 54 എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 27 108 ബൈ എക്സ് പ്ലസ് 81 എക്സ് റേസ് ടു 4. ഇതാണ് ഫൈനൽ ആൻസർ.